ദൈവം കൊന്നുകളഞ്ഞ കാമത്തെയും സ്നേഹത്തെയും തിരിച്ചു വിളിച്ച ഒരു ഉത്സവമുണ്ട് അങ്ങ് വടക്കേ മലബാറിൽ. മീനമാസത്തിൽ ചന്ദ്രഗിരിപ്പുഴ മുതൽ വളപ്പട്ടണം പാലം വരെയുള്ള ക്ഷേത്രങ്ങളിലും കാവുകളിലും കൊണ്ടാടപ്പെടുന്ന ജാതീയത കൊടികുത്തി വാണ കാലത്ത് അവർണർ അറിവുകൊണ്ട് സവർണർക്ക് മുന്നിൽ പ്രതിരോധം തീർത്ത കളി പൂരക്കളി. പൂരക്കാലം വടക്കേ മലബാറുകാർക്ക് ഓർമ്മയുടെ ഉത്സവമാണ്. ദൂരെ നിന്ന ബന്ധുക്കളും ഉറ്റവരും വീട്ടിലേക്ക് പൊന്നാറോടെ എത്തുന്ന ഉത്സവം, കഴിഞ്ഞുപോയ കാലത്തെ ഓർമ്മിക്കുന്ന ഉത്സവം. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നക്ഷത്രം വരെയാണ് വടക്കേ മലബാറിൽ പൂരം ആഘോഷിക്കുന്നത്. പൂരക്കളിയെക്കുറിച്ചുള്ള പ്രധാന ഐതിഹ്യങ്ങളിലൊന്ന് കാമദേവനുമായി ബന്ധപ്പെട്ടാണ്. സതീദേവിയുടെ മരണത്തെ തുടർന്ന് കഠിന തപസ്സിലായിരുന്ന പരമശിവന്റെ മനസ്സിൽ പാർവതിയോടുള്ള അനുരാഗം ജനിപ്പിക്കാൻ കാമദേവൻ പുഷ്പാസ്ത്രം തൊടുത്തു. കോപിഷ്ഠനായ മഹാദേവൻ മൂന്നാം കണ്ണിനാൽ കാമദേവനെ ഭസ്മമാക്കി കളഞ്ഞു. കാമദേവൻ ഇല്ലാതായതോടെ പ്രകൃതിയും ജീവജാലങ്ങളും സ്നേഹരാഹിത്യത്താൽ ദുരിതത്തിലായി. കാമദേവനെ ജീവിപ്പിക്കാൻ പത്നിയായ രതീദേവി മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു. ചൈത്രമാസമായിരുന്നു അത്. പൂക്കൾ കൊണ്ട് കാമദേവന്റെ രൂപമുണ്ടാക്കി 9 ദിവസം വ്രതമെടുത്ത് പൂജിക്കാൻ മഹാവിഷ്ണു രതീദേവിയോടും ദേവതമാരോടും ആവശ്യപ്പെട്ടു. അങ്ങനെ ഭൂമിയിലും സ്വർഗത്തിലുമുള്ള 18 കന്യകമാർ 18 രാഗങ്ങളിൽ പാടി പുഷ്പങ്ങൾ അർപ്പിച്ച് നൃത്തം ചെയ്ത് കാമദേവനെ പുനരുജ്ജീവിപ്പിച്ചു എന്നാണ് വിശ്വാസം. ഈ നൃത്തത്തിന്റെ പ്രതീകമാണ് പൂരക്കളി. പുരാതന കാലത്ത് സ്ത്രീകൾ നടത്തിയിരുന്ന ഈ പൂജാനൃത്തം പിന്നീട് പുരുഷന്മാർ ഏറ്റെടുക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. കളരിപ്പയറ്റിലെ ചുവടുകളോട് സാമ്യമുള്ളതും 18 നിറങ്ങളുള്ളതുമായ ഒരു നൃത്തരൂപമാണിത്. കേരളത്തിലെ പ്രാചീനോത്സവങ്ങളിൽ ഒന്നാണ് പൂരോത്സവം. പൂരക്കളി സംഘകാലം മുതൽക്കേ നിലവിലിരുന്നു എന്ന് കരുതപ്പെടുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഭഗവതി കാവുകളിലും ക്ഷേത്രങ്ങളിലും മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള 9 ദിവസങ്ങളിലായാണ് പൂരക്കളി നടത്തപ്പെടുന്നത്. പ്രധാനമായും തീയർ, മണിയാണി സമുദായക്കാരാണ് പൂരക്കളിയിൽ ഏർപ്പെടുന്നത്. അതായത് ഈ പൂരക്കളി എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥയാണ് പൂരക്കളിക്ക് പറയാനുള്ളത്. കാരണം ചാതുർവർണ്ണ വ്യവസ്ഥിതിയെ അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇതാണ് ചാതുർവർണ്ണം. ഈ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തവരെയാണ് അവർണർ എന്ന് പറയുന്നത്. അപ്പോൾ അവർണന് അക്ഷരം നിഷേധിക്കപ്പെട്ട ഒരു കാലത്ത് ഈ അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ സമൂഹത്തെ ഉദ്ധരിക്കണമെന്ന് കരുതിയിട്ട് ഈ സവർണ വിഭാഗത്തിൽപ്പെട്ട ആചാര്യന്മാരിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ മലയാള ഭാഷയിൽ എഴുതി പഠിച്ച് അത് സ്വായത്തമാക്കിയിട്ട് അവരൊരു അവരുടെ ഒരു പ്രതിരോധം എന്ന നിലയിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന രീതിയിലാണ് പൂരക്കളിയും മറച്ചുകളിയും ഉണ്ടായിട്ടുള്ളത്. പൂരക്കളിപ്പാട്ടുകൾ 18 നിറങ്ങൾ അഥവാ പൂരമാലകൾ എന്നാണ് അറിയപ്പെടുന്നത്. പാട്ടുകളുടെ രീതിയെയാണ് നിറങ്ങൾ എന്നുദ്ദേശിച്ചിരിക്കുന്നത്. 18 നിറങ്ങൾ 18 രാഗങ്ങളിലാണ് പാടേണ്ടത്. കാമദേവന്റെ പുനർജനിക്ക് പൂവുകൾ കൊണ്ട് കാമവിഗ്രഹം നിർമ്മിച്ച് നാരായണ സങ്കീർത്തനം ചെയ്ത് കളിച്ച കളികളാണത്രേ നിറങ്ങൾ. ചടുലമായ ചുവടുവെപ്പുകളോടെ വിവിധ രാഗങ്ങളിലുള്ള ഇമ്പമാർന്ന 18 നിറങ്ങൾ. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പി വി ഷാജികുമാറിന്റെ മരണവംശം എന്ന നോവലിൽ
അധ്യായങ്ങളായി വേർതിരിച്ചിരിക്കുന്നത് ഈ 18 നിറങ്ങളാണ്. 18 നിറങ്ങൾ കഴിഞ്ഞാൽ വൻകളികൾ എന്നറിയപ്പെടുന്ന ഗണപതിപ്പാട്ട്, ഒറ്റരാമായണം, ഇരട്ടരാമായണം, അംഗം തുടങ്ങിയ കളികളാണ്. ഒടുവിൽ അതാത് ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള തൊഴുന്ന പാട്ട് കഴിഞ്ഞ് പൊലി 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 എന്ന് പ്രകീർത്തിച്ചാണ് പൂരക്കളി അവസാനിക്കുന്നത്. സ്കൂൾ കലോത്സവ വേദിയിൽ ഒരു മത്സര ഇനമായതുകൊണ്ട് കേരളീയർക്ക് മുഴുവൻ സുപരിചിതമാണ് പൂരക്കളി. കളരിയുമായി പൂരക്കളിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. പൂരക്കളിയുടെ അടവുകളും ചുവടുകളും കളരി സംസ്കാരത്തിൽ നിന്നാവണം ഉൾക്കൊണ്ടതെന്ന് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. പൂരോത്സവത്തിൽ പ്രധാനമാണ് മറത്തുകളി. മറുത്ത് നടത്തുന്ന അഥവാ മത്സരിച്ച് നടത്തുന്ന കളിയാണ് മറുത്തുകളി. 2 ക്ഷേത്രങ്ങൾ തമ്മിലാണ് മറുത്തുകളി നടത്താറ്. ക്ഷേത്രക്കാർ കൊണ്ടുവരുന്ന പണിക്കർമാർ തമ്മിലും പൂരക്കളി സംഘങ്ങൾ തമ്മിലും കഴിവ് ഒരേ സമയം മത്സരിച്ച് പ്രദർശിപ്പിക്കുന്നു. ഓരോ ക്ഷേത്രക്കാരും അവരവർക്കിഷ്ടപ്പെട്ട പണിക്കർമാരെ പൂരോത്സവത്തിന് 1 മാസം മുൻപ് സ്ഥാനികരും കളിക്കാരും വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവരുന്നു. രാവിലെ ആരംഭിച്ച് പിറ്റേ ദിവസം പുലർച്ചെ വരെ നീണ്ടുനിൽക്കുന്ന ചടങ്ങാണ് മറത്തുകളി. പണിക്കർമാരും ശിഷ്യരും ചുവന്ന പട്ടുകോർത്ത് കെട്ടിയുടുത്ത് മേലെ ഉറുമാൽ കെട്ടണം. മറുത്തുകളിയിൽ അഭിവാദനം, താമ്പൂലദാനം, രംഗപ്രവേശം, ദീപവന്ദന, ഇഷ്ടദേവത വന്ദനകൾ, 2ാം തരം വന്ദനം, പൂരമാല, 18 നിറങ്ങൾ, രാമായണം, വൻകളികൾ, ഗണപതിപ്പാട്ട്, നാടകവും യോഗിയും ഉൾപ്പെടുന്നു. യോഗിയും നാടകവും കഴിഞ്ഞ് തൊഴുന്ന പാട്ടോടുകൂടി മറുത്തുകളി അവസാനിക്കുന്നു. പണിക്കർമാർ തമ്മിലുള്ള തർക്കത്തിൽ വേദങ്ങളും പുരാണങ്ങളും മുതൽ സമീപകാല കവിതകളും ദർശനങ്ങളും വരെ കടന്നുവരുന്നു. ജാതീയത നിലനിന്നിരുന്ന കാലത്ത് അവർണരായ മനുഷ്യർക്ക് അറിവ് കൊണ്ട് പ്രതിരോധം തീർത്തത് മറുത്തുകളിയിലൂടെയായിരുന്നു. പൂരദിവസങ്ങളിൽ പ്രായപൂർത്തി തികയാത്ത പെൺകുട്ടികൾ കാമന് പൂവിടും. പൂരം കുളി ദിവസം അഥവാ പൂരം അവസാനിക്കുന്ന ദിവസം മണ്ണുകൊണ്ടോ പൂക്കൾ കൊണ്ടോ കാമവിഗ്രഹമുണ്ടാക്കി പൂജിക്കുന്നു. എല്ലാ പൂക്കളും പൂവിടാനായി ഉപയോഗിക്കാറില്ല. ചെമ്പകപ്പൂ, മുരിക്കിൻ പൂ, നരയൻ പൂ, എരിഞ്ഞിപ്പൂ തുടങ്ങിയ പൂക്കളാണ് ഇതിനായി ഉപയോഗിച്ചു വരുന്നത്. പൂരദിവസം പൂരടയും പൂരക്കഞ്ഞിയും പ്രത്യേകമായി തയ്യാറാക്കും കാമന് സമർപ്പിക്കാൻ. പൂരദിവസം കാമദേവനെ പറഞ്ഞയക്കും. നേരത്തെ കാലത്തെ വരണേ കാമ എന്ന് വീണ്ടും വരാനായി അവർ പ്രാർത്ഥനയോടെ കൈകൂപ്പും. കിണറ്റിൻ പടമ്മൽ പോവല്ലേ കാമ എന്ന് അവർ സ്നേഹത്തോടെ കരുതൽ കാണിക്കും. അങ്ങനെ അടുത്ത വർഷത്തെ പൂരക്കാലത്തിനായി അവർ സ്നേഹത്തോടെ കാത്തിരിക്കും, ഓർമ്മകളുടെ നരയൻ പൂക്കളുമായി.